22 വെച്ച തെരഞ്ഞെടുപ്പ് 27ലേക്ക് മാറ്റി വെച്ചതാണ്. പിന്നെ അത് 29-നാണ് വോട്ടെണ്ണൽ ഉണ്ടായത്. ഈ രണ്ട് സന്ദർഭത്തിലും ഞങ്ങളവിടെ പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട്, അതിന്റെ അന്വേഷണം, അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഞാൻ ഇടയ്ക്കൊന്ന് ആലോചിച്ച് ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഇതിനൊരു പച്ച മറുപടി അങ്ങ് പറഞ്ഞിട്ട് നടന്നാലും, കാരണം അമ്മാര് തോന്നിയതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് ഒരു അന്തസ്സും മൂല്യവും ബന്ധപ്പെട്ടിട്ട് ഒന്നും ഇവരമാരിയല്ല. ഇവരിങ്ങോട്ട് വരിക, എന്നിട്ട് എന്ത് കിട്ടിയാലും എന്ത് മനസ്സിലാക്കിയിട്ടാ ചെന്നിത്തല വർത്താനം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഞാൻ ആളെ പറയുന്നില്ല, തിരുവനന്തപുരത്ത് UDFന്റെ നേതാവ് വയനാട്ടിൽ വന്നിട്ട് ഈ മരിച്ച കുട്ടീന്റെ വീട് അന്വേഷിച്ചതാകട്ടെ, അത്രയുണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ വന്നിട്ട് മരിച്ചുപോയ സിദ്ധാർത്ഥിന്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നു എന്ന് പറഞ്ഞ ഇവിടെ ഒരാള്. അത്രയും ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ആത്മാർത്ഥമില്ലാത്ത നിലപാട്. ഇത് തിരുവനന്തപുരത്ത് വയനാട്ടിൽ വന്നിട്ട് സിദ്ധാർത്ഥിന്റെ വീട് അന്വേഷിച്ച നേതാവുണ്ട് എന്ന് എന്നോട് ഒരാളൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നുണ്ട് അവിടെ ഒരു സമാന്തര സംവിധാനമുണ്ട്. SFIക്ക് നല്ല ആധിപത്യമുള്ള ഒരു ക്യാമ്പസാണ്. SFIയുടെ യൂണിയനാണ് അവിടെ. യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെ, കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള SFI നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പ്രതികളായി വരുന്നൊരു സംഭവത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. 18 പേരിൽ 5 പേര് SFI പ്രവർത്തകരാണെന്ന് SFI വ്യക്തമാക്കിയിട്ടുണ്ട്. അവരെ പേര് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. SFI മാത്രമേ ഒരു വിദ്യാർത്ഥി സംഘടന അവിടെ പ്രവർത്തിക്കുന്നു. അതിനർത്ഥം വെറ്ററിനറി കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും SFI വേറെ സംഘടനയൊന്നും പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കുന്ന ഏക സംഘടന SFI ആണ്. അതുകൊണ്ട് SFIക്ക് ഉയർന്ന ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് SFI നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്വീകരിച്ച നടപടി പോലെയല്ല സ്വീകരിക്കുന്നത്. ധീരജിന് വന്ന പ്രതിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഉയർന്ന ഉത്തരവാദിത്തം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. നിഖിൽ പൈലി, അതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അവര് നടപടിയെടുത്തു. സാധാരണഗതിയിൽ സഹായിക്കണമെങ്കിൽ, അത്തരം ആൾക്കാർക്ക് സഹായിക്കണമെങ്കിൽ കോടതിയിൽ അഭിഭാഷണം ഏൽപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആർക്കെങ്കിലും ചെയ്തോ? നമുക്ക് അന്വേഷിക്കാമല്ലോ ആരാൾക്ക് കൂടി ഹാജരാകുന്നത്. അതൊക്കെ അവരവരുടെ കുടുംബാംഗങ്ങൾ നോക്കി ചെയ്യുന്നു. ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെടുന്നേയില്ല. മാത്രമല്ല, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഇതൊരു അനുഭവമായിട്ട് വരണം. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ എന്ന് ലേഖനം എഴുതിയിട്ട് സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്, SFI ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള SFIക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, നല്ല ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അനുസരിച്ചിട്ടാണ് അവർ പെരുമാറിയിരിക്കുന്നത്. ഈ വാർത്ത വരുന്നതിനൊക്കെ മുമ്പ് തന്നെ SFI നടപടി സ്വീകരിച്ചത്. വാർത്ത കുറച്ച് വൈകിട്ടാണല്ലോ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. എല്ലാവരും മനസ്സിലാക്കി എങ്ങനെയാണ്, വളരെ വൈകിട്ടാണ്. ഒരു സാധാരണ സംഭവമാണ്. ഈ കോളേജിന്റെ നിയന്ത്രണം വൈദ്യുതി രമേശിന്റെ പേരിലാണെന്ന് പറയുന്നത്. രമേശ് അവിടുത്തെ ജീവനക്കാരനാണ്. ഒരു സൊസൈറ്റി ഇതിൽ അവിടെ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനൊരു സമാന്തര സിസ്റ്റം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പോലീസിന്റെ ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടൊക്കെ വായിച്ചാൽ. അവിടെ പറഞ്ഞാൽ കോളേജിലും ഹോസ്റ്റലിലും എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതോറിറ്റിനെ അറിയിക്കാതെ, പോലീസിനെ അറിയിക്കാതെ അവിടെ തന്നെ അതൊക്കെ അന്വേഷണത്തിൽ വന്നോട്ടെ. ചില കാര്യങ്ങൾ വരുമ്പോൾ പുതിയ കാര്യങ്ങൾ വരും. ഏത് അന്വേഷണത്തിലും ഞങ്ങൾക്ക് യാതൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയാം, ഇതൊരാളുടെ മരണമാണ്. ആ മരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം അവിടെ പഠിച്ചു എന്നുള്ള കാരണം കൊണ്ട് എല്ലാ കുട്ടികളെ വേണ്ടി ഇവര് അവിടുത്തെ എല്ലാ കുട്ടികൾക്കും ഈ പോലെ കൊന്നതാണ് അത് അതിനേക്കാൾ വലിയ കുറ്റമാണ്. നിങ്ങൾക്ക് വ്യക്തമല്ലാത്ത, നമുക്ക് വ്യക്തമല്ലാത്തൊരു കാര്യത്തിൽ മറ്റൊരാളുടെ പേര് ഒരാളുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുന്നത്, അതൊരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കുക. ആ പൊതുബോധത്തെ നിർമ്മിക്കുന്നതിന് നിങ്ങൾ നല്ല പണിയെടുത്തിട്ടുണ്ട്. അതിനെ സ്ഥാപിക്കുന്നതിന് UDFന്റെ നേതാക്കന്മാർ നല്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയമാണ്, അവർ നടത്തുന്നത് രാഷ്ട്രീയമാണ്, കൃത്യമായ രാഷ്ട്രീയമാണ്. അതല്ലാതെ അവിടെ വിദ്യാർത്ഥികൾക്കാണ്. ഞാൻ 2004 ആ കോളേജ് ആരംഭിച്ചപ്പോൾ തൊട്ട് ആ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അതായത് കോളേജിൽ ഞാൻ നിരന്തരം, ഞാൻ അന്ന് തൊട്ട് ഈ സംഘടനാ പ്രവർത്തനത്തിന് ഞാൻ അവിടുത്തെ അന്ന് തൊട്ട് യൂണിയന്റെ പ്രസിഡന്റാണ്. ഏത് യൂണിയന്റെ? ഫാം വർക്കേഴ്സ് യൂണിയന്റെ. 2004 താൽക്കാലിക തൊഴിലാളിയായിരുന്നു, ഇന്ന് സ്ഥിരം തൊഴിലാളികളാണ്. അതിന്റെ എല്ലാ സ്റ്റേഷനിലുള്ള തൊഴിലാളികളുടെ സംഘടനയുടെ പ്രസിഡന്റായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ആ കോളേജിൽ ബന്ധപ്പെടുന്നുണ്ട്.
ആ കോളേജിൽ ഇതുപോലെ ഒരു അനുഭവം ഇതിനു മുമ്പ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആരും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. പോലീസിന്റെ റിമാൻഡ് പോലീസിന്റെ റിമാൻഡ് നമുക്കറിയില്ല, നമ്മളത് കണ്ടിട്ടില്ല. അല്ല, അത് അവർ പരിശോധിക്കണം. അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവരത് പരിശോധിക്കണം തീർച്ചയായിട്ടും. ചില കാര്യങ്ങളില്ല, തിരിച്ചു വിളിച്ചു വരുത്തിയതാണ് ഇതാണല്ലോ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ തിരിച്ചു വിളിച്ചു വരുത്തുമ്പോ അതിലൊരു ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന അല്ലല്ല, ഞങ്ങൾ പോലീസിന്റെ അന്വേഷണം, ഇന്നുള്ള അന്വേഷണം തൃപ്തികരാണെന്ന് തന്നെയാണ്. കൃത്യമായി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് കൃത്യമാണ്. ആ കൃത്യമായ നിലപാടിൽ ഏതെങ്കിലും രാഷ്ട്രീയമായ ഇടപെടൽ ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷ ജനാധിപത്യം ഏതെങ്കിലും കക്ഷികളോ അതിൽ നേതൃത്വം നൽകുന്ന CPIയുടെ ഭാഗത്തുനിന്നോ കേസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരിടപെടലും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ടും സത്യസന്ധമായി അന്വേഷിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത്. കോളേജിൽ 12 പേരെയാണ് ആദ്യം കോളേജ് നടപടിയെടുത്തത് അല്ലെ. പോലീസ് സ്വതന്ത്രമായ അന്വേഷണത്തിലാണ് 6 പേരും കൂടി എത്തിയിരിക്കുന്നത്. 18 ആയിരിക്കുന്നു. ഇനിയുണ്ടോ അവർ കണ്ടെത്തിക്കോട്ടെ, ഞങ്ങളതിൽ ഇടപെടുന്നേ ഇല്ല. തികച്ചും സുതാര്യം. ഇപ്പൊ ഈ കുട്ടി മരിക്കുമ്പോൾ 3 ദിവസമായിട്ട് ആമാശയത്തിലും മൂത്രസഞ്ചിയിലും ഒന്നും ഉണ്ടായിരുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധാരണ മെഡിക്കൽ ഇതനുസരിച്ചിട്ട് 72 മണിക്കൂർ ആവുമ്പോഴേക്ക് കുട്ടി തളർന്നു വീഴേണ്ടതാണ്. ഈ ഒരു കുട്ടി സ്വയം എഴുന്നേറ്റ് പോയി കെട്ടി തൂങ്ങി മരിച്ചു എന്നതിലൊരു പ്രയാസം. അതിൽ ഈ കൊലപാതക കുറ്റം അതുപോലെ ഈ ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഇത് അന്വേഷിക്കണം എന്ന് പാർട്ടി ആവശ്യം. ഞാൻ പറയുന്നത് അതെല്ലാം അന്വേഷിക്കാനും പരിശോധിക്കാനും എത്ര ശാസ്ത്രീയ സംവിധാനം. ഒരു വർഷം മരിച്ചു 1 വർഷം കഴിഞ്ഞിട്ട് കുഴിച്ചെടുത്ത ബോഡി, ആ ബോഡി എടുത്തിട്ട് അതിന്റെ മരണകാരണം കൊലപാതകമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശാസ്ത്ര വളർച്ചയുള്ള നാടാണ്. ഞാൻ എന്റെ അനുഭവത്തിലുണ്ട്. ആനപ്പാറയിൽ കണ്ട സ്ത്രീ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ബോഡി എടുത്തത് കുഴിയുന്നത്. കാരണം 1 വർഷം സ്വാഭാവിക മരണത്തിന് മറവ് ചെയ്ത ബോഡി 1 വർഷം കഴിഞ്ഞ് എടുത്തിട്ട് പരിശോധനയിൽ പിന്നീടാണ് അതിന്റെ വിഷയം വരുന്നത്. എടുത്തിട്ട് അതിന്റെ കൊലപാതകമാണെന്ന് കണ്ടെത്തിയ നാടാണ്. അതിന് ശാസ്ത്രപരമാണ്. അതിന് ഏത് മാർഗം വേണേ സ്വീകരിച്ചോട്ടെ, ഞങ്ങളതിനെതിരില്ല. അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള ഒരു നിലപാട് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് മരണപ്പെട്ട ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികളോ ആരോ അവരെ മാനസികമായി പീഡിപ്പിച്ചിട്ടോ അല്ലാതെയോ ആണ് ആ കുട്ടി മരിച്ചതെങ്കിൽ അതിന് ഉത്തരവാദികളായ ആളുകളെ കൃത്യമായി ശിക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാവണമെന്നുള്ളതിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്കില്ല. അതിന്റെ കൂടെ കോളേജ് അതോറിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ള ആരോപണമുണ്ട്. കോളേജ് അതോറിറ്റിയുടെ കയ്യിൽ വീഴ്ചയുണ്ടെങ്കിൽ അവർ പരിശോധിച്ചു. പക്ഷെ ഗവർണർ പിന്നെ ഇപ്പോഴത്തെ കളി ഉണ്ടല്ലോ, അത് ഗവർണർ സാധാരണ കേരള രാഷ്ട്രീയത്തിൽ കളിക്കുന്ന കളിയാണ്. ഗവർണർക്ക് ഇവിടെ വേറെന്താ അതോറിറ്റി ഒന്നുമില്ലേ? ഗവർണർ കളിക്കുന്ന കളി ദുർബലപ്പെടുക. 3 ദിവസം VC കോളേജിലുണ്ടായിട്ട് ഇടപെട്ടില്ല എന്നാണ്. അല്ല, ഗവർണർ ചാൻസലറാണ്. ഗവർണർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ചാൻസലർ എന്ന രീതിയിൽ അതേ ഇടപെടുന്നത്. ചാൻസലർക്ക് പ്രത്യേക ഇതൊന്നുമില്ല. പക്ഷെ ഗവർണർ ആയതുകൊണ്ടാണ് അദ്ദേഹം ഒരു നടപടി സ്വീകരിക്കുമ്പോൾ നിയമാനുസൃതമായ കാര്യങ്ങൾ നടപടി സ്വീകരിക്കണം. അദ്ദേഹം ഇടപെടുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിനൊക്കെ വ്യവസ്ഥയുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അതുകൊണ്ട് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, നിയമപരമായിട്ടല്ല ഗവർണർ ഇടപെട്ടിരിക്കുന്നത്. അതൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ, അതൊക്കെ നിയമപരമായ കാര്യങ്ങൾ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാമർശം നടത്തിയത് നേരത്തെ ക്യാമ്പസിനുള്ളിൽ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച വിദ്യാർത്ഥിയുടെ മരണം യുദ്ധത്തിൽ ആസൂത്രിതമായി നടത്തിയ കൊലപാതക വിധത്തിലാണ് രാഹുൽ പരാമർശം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കോഴിക്കോട് കോളേജിലെ മുഴുവൻ കുട്ടികളും മോശക്കാരാണ്. അവിടെ ഒരു കുട്ടികൾ എന്താണ് സംഭവത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് എല്ലാവർക്കും അറിയാം. മൂലകാരണം എന്താണെന്ന് ഒരു തർക്കം ഉണ്ടായി. ഒരു പെൺകുട്ടിയോട് പെരുമാറിയുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഇങ്ങനെയല്ല അവസാനിപ്പിക്കണം. അതിന് നിയമപരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. തെറ്റായ ഒരു മാർഗത്തിലേക്ക് പോയി. ആ തെറ്റായ മാർഗത്തെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. അതൊരു കുട്ടിയുടെ മരണത്തിന് സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് ഇപ്പോഴുള്ള സംഭവം. അതിന്റെ കൂടെ വാഹനാപകടത്തിൽ ഒരു സീനിയർ വിദ്യാർത്ഥി അവിടെ മരിച്ചുപോയി. ആർക്കും ആക്ഷേപമില്ല, ഒന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരാൾ, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയുമ്പോഴേ പിന്നെ ആ കാര്യങ്ങളെല്ലാം വസ്തുതപരമായിട്ട് പറയണ്ടേ. പൊടിപ്പും തൊങ്ങലും വെച്ച് കാര്യങ്ങൾ പറയുക എന്ന് പറയുന്ന രീതിയാണ് അല്ല വേണ്ടത്. അത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറയണം. നിങ്ങളൊക്കെ ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരല്ലേ. കോഫി ബോർഡിന്റെ വണ്ടി അപകടത്തിൽപ്പെട്ടു, അത് യൂണിവേഴ്സിറ്റിയുടെ വണ്ടി എന്നൊക്കെ ചിലർ പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്തെ സിദ്ധാർത്ഥന്റെ വീട് അന്വേഷിച്ച് വയനാട്ടിലേക്ക് വന്ന ആൾക്കാരുണ്ട്. കോഫി ബോർഡിന്റെ വണ്ടി ആ വഴി ഷോർട്ട് കട്ടിൽ സിദ്ധാർത്ഥന്റെ വീട് അന്വേഷിച്ച ആൾക്കാരുണ്ട് തിരുവനന്തപുരത്ത്. അപ്പൊ അങ്ങനെ വരുന്ന മാങ്കൂട്ടത്തിലെ പോലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ പറയുന്നതിന് ഒരർത്ഥമില്ല. മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഈ ഇതിൽ കയറി കുത്തിരുന്നിട്ട് എന്തെല്ലാം പറയുന്നത് മാങ്കൂട്ടത്തിൽ തന്നെ അറിയാം.
സത്യത്തിൽ അറിയാം. അല്ല, ഈ SFI പ്രവർത്തകരെ പിന്തുണയ്ക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ CPI നേതാക്കൾ കോടതിയിൽ അവർക്ക് വേണ്ടി അവിടെ എത്തിയത്? ആർക്ക് വേണ്ടി അത് പോയത്? ആർക്ക് വേണ്ടി പോയി? ഏത് പ്രതിക്ക് വേണ്ടി പോയി എന്നുള്ളത് അത് നേരത്തെ പറഞ്ഞു. നേരത്തെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനു പോയി. അവിടെ പോയ കാര്യം ഞങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. കാരണം പ്രതികൾ അതിന്റെ ഉള്ളിലാണ്, പ്രതികൾക്ക് അവിടെ വേണ്ടി പോകേണ്ട കാര്യമില്ല. അവിടെ ഒരു കാര്യം ഉറപ്പ് എന്താണ്, വിദ്യാർത്ഥികൾ ആകെ കുറ്റക്കാരാണ് എന്ന നിലയിൽ സമർത്ഥിക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം നടത്തുന്ന ശ്രമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എല്ലാ വിദ്യാർത്ഥികളും കുറ്റക്കാരാണ്. കുറ്റം ചെയ്ത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ തന്നെ നിലപാടെന്താ, ഈ അടിച്ചിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നില്ല. അടിച്ചിട്ടുള്ള തെറ്റാണെന്ന് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ നിലപാട്. അവർ പ്രത്യേകം പറയുന്നില്ല. അതിൽ മൊത്തം വിദ്യാർത്ഥികൾ എന്തോ കുറ്റം ചെയ്തവരാണ്. വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പഠിക്കുന്ന പൂക്കോട് ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്ഥിരം കുറ്റം ചെയ്യുന്നവരാണെന്ന് വരുത്താൻ ഒരു ആക്സിഡന്റ് കേസ് കൂടി കൊലപാതകമാണെന്ന് വരുത്താൻ മാങ്കൂട്ടത്തിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ആളുകളെല്ലാം കാണുണ്ടായ ഒരു ആക്സിഡന്റ് അല്ല അത് കോഫി ബോർഡിന്റെ വണ്ടി, അവിടുത്തെ ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അല്ല, അത് ഞങ്ങൾ ഇനി അത് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിൽ ഇതില്ലല്ലോ, ഞങ്ങൾക്ക് അതിൽ യാതൊരു ഇല്ല. കാരണം ഞങ്ങൾക്ക് അതിൽ ഏതൊക്കെ ഒരാളെ സംരക്ഷിക്കേണ്ട പ്രശ്നമില്ല. ഞങ്ങളെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരാൾ തന്നെ ഇതുപോലത്തെ കുറ്റകൃത്യത്തിൽ പെട്ടാൽ അവരെ ഞങ്ങൾ പാർട്ടി പുറത്താക്കും, നിയമത്തിന്റെ വഴിക്ക്. ഞങ്ങൾ പുറത്താക്കിയ ആളെ, കൊലക്കേസിൽ പെട്ട് പുറത്താക്കിയ ആളെ എടുത്തുകൊണ്ട് നടക്കുന്നത് കോൺഗ്രസിന്റെ സിദ്ധിക്കടക്കുള്ള ആൾക്കാരാണ്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പരാമർശങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു CPIM നേതാക്കൾ. കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഉടനടി SFI നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് സംഘടനയ്ക്കെതിരായുള്ള രാഷ്ട്രീയ പരാമർശങ്ങളും വിമർശനങ്ങളുമാണ് എന്നാണ് ഇപ്പോൾ CPIM നേതാക്കൾ പറഞ്ഞു വയ്ക്കുന്നത്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു CPIM നേതാക്കൾ. മറ്റു വാർത്തകളിലേക്ക്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പിടിയിലായ 6 പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. മുഖ്യപ്രതി സിൻജോ അടക്കമുള്ളവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി, യുവജന, മഹിളാ വിഭാഗങ്ങൾ സംയുക്തമായി സമരം നടത്തും. കോളേജ് ഡീൻ അടക്കമുള്ള അധ്യാപകരെ പ്രതി ചേർക്കണം എന്ന ആവശ്യവുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്താനും തീരുമാനമായി. കേരളം പരീക്ഷാ ചൂടിൽ. ഈ വർഷം SSLC പരീക്ഷ ആരംഭിച്ചു. 9:30 മുതൽ 11:15 വരെയാണ് ഇന്നത്തെ പരീക്ഷ. 2971 കേന്ദ്രങ്ങളിലായി 4,30,000